റീസെൻ്റ്ലി പുറത്തിറങ്ങിയ ഒരു സൂപ്പർ നാച്ചുറൽ സൗത്ത് കൊറിയൻ ഹൊറർ മൂവിയാണ് എക്സുമ. ഇത് കൊറിയയിലെ ഓൾ ടൈം ഹയസ്റ്റ് ഗ്രോസിംഗ് ഫിലിമായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇതിന് മുമ്പ് ട്രെയിൻ ടു ബുസാനൊക്കെ ആയിരുന്നു. സോ അത്രയധികം കളക്ഷൻ കിട്ടി. അവിടെ ഫുൾ റണ്ണ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വരുന്നത്. ഇതിപ്പോൾ ഇന്ത്യൻ തിയേറ്റേഴ്സിൽ അവൈലബിൾ ആണ്. ഓൾറെഡി ഇത് ഡിജിറ്റൽ വെർഷനും ഇപ്പോൾ ഓൾറെഡി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കാണാം. ആൻഡ് ഈ സിനിമ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് ഗ്രേവ് ഡിഗേഴ്സിനെ പറ്റിയാണ്. സോ കൊറിയയിലുള്ള ഒരു കൂട്ടം അല്ലെങ്കിൽ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള കുറച്ച് ഗ്രേവ് ഡിഗേഴ്സ്. സോ അവർ നടക്കുന്ന എക്സിബിഷൻ്റെ റാൻഡമായിട്ടുള്ള ഒരു ഇവൻറ്റിൽ പ്രതീക്ഷിതമായിട്ട് കുറേ സാധനങ്ങൾ നടക്കുന്നു. സോ അതിന് ചുറ്റിലുള്ള അല്ലെങ്കിൽ അതിന് പുറകിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് സിനിമ പ്രധാനമായിട്ട് ചർച്ച ചെയ്ത് പോകുന്നു. സോ റാൻഡായിട്ട് ഇവർ എങ്ങനെയാണ് ചെയ്യാറുള്ളത്? ഭയങ്കര പ്രൊഫഷണൽ ആൾക്കാരാണ്, ഇവർക്ക് ഓൾറെഡി എക്സ്പീരിയൻസ് ഉണ്ട്. സോ സ്ഥിരം ചെയ്യാറുള്ള പോലെ തന്നെ ചെയ്തു. പക്ഷേ അതിനെ കണ്ടിന്യൂഷനായിട്ട് ഇങ്ങനെ പല പല കാര്യങ്ങൾ അതുമായിട്ട് ലിങ്ക് ചെയ്ത് പോവുക എന്നതാണ് സിനിമയുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ സിനിമ കണ്ടു തുടങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെയാണോ കൊറിയയിൽ ഇത്ര ഒരു ഹിറ്റായി? ട്രെയിൻ ടു ബുസാനെ കുറിച്ച് നോക്കുമ്പോൾ ഒന്നുമില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ തുടങ്ങി കഴിയുമ്പോൾ ഭയങ്കരധികം പ്രെഡിക്റ്റബിൾ ആണ്. ഓക്കെ ഇതിങ്ങനെ എന്ന് പറഞ്ഞ് നമ്മൾ ഓക്കെ ശരി നിങ്ങൾ എന്തോ ചെയ്യുന്നു പറഞ്ഞിരിക്കുന്ന ഒരു മോഡായിരിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടോ ഒന്ന് കണ്ടു കളയാം. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞാൽ ആഹാ പിന്നെ ബാക്കി മുഴുവൻ കണ്ടിട്ട് ബാക്കി കാര്യങ്ങളൊന്നും അവർ നമ്മളെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന 2-3 ഫേസിലൂടെ ഈ സിനിമ കടന്നു പോകും. സോ ആ ഒരു ഫേസ് കടന്ന് കിട്ടാനാണ് ആകെ കഷ്ടം. സോ ഒരു ഇനീഷ്യൽ ഫേസ് കടന്ന് കിട്ടിയാൽ നിങ്ങൾക്ക് ഭയങ്കരധികം ഇൻട്രസ്റ്റിംഗ് ആവും സിനിമ. തേർഡ് ആക്ടിലൊക്കെ എത്തുമ്പോൾ സിനിമ പീക്ക് ലെവലിലേക്ക് പോകും. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇവിടെ ഇതിൻ്റെ ജോണർ തന്നെ ബ്ലെൻഡായിട്ട് വേറെ ലെവലിലേക്കൊക്കെ പോകും. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെ പോക്ക് ആണ് ഈ സിനിമ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. ആൻഡ് ഈ സിനിമ എനിക്ക് ഭയങ്കരധികം റിലേറ്റ് ചെയ്യാൻ തോന്നിയത് അല്ലെങ്കിൽ ഭയങ്കരധികം ചേർച്ചയായിട്ട് തോന്നുന്നത് വെയിലിംഗ് എന്ന സിനിമയായിട്ടാണ്. സോ സ്ഥിരം കാണുന്ന ടിപ്പിക്കൽ ക്ലീഷേ ഹൊറർ മൂവി അല്ല ഈ വെയിലിംഗ് എന്ന സിനിമ. അതേപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വേറെ എന്തൊക്കെയോ നടക്കാമെന്ന് നമ്മുടെ ആ ഒരു പെർസ്പെക്ഷനെ തന്നെ മുഴുവനായിട്ട് ഇല്ലാണ്ടാക്കുന്ന സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം കുറേ സിനിമകൾ കണ്ടു പഠിച്ച് അല്ലെങ്കിൽ കണ്ട് ശീലിച്ച് മടുത്തിരിക്കുന്ന നമുക്ക് അറിയാം അടുത്ത സീക്വൻസ് എന്തായിരിക്കുന്നത്. അങ്ങനെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരെ പോലും ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള സീക്വൻസുകൾ ഉണ്ടാക്കുന്ന സിനിമകളിൽ ഒന്നാണ് ഈ ഒരു എക്സും എന്ന ചിത്രം എന്ന് പറയാം. അത്ര ഗംഭീരമായിട്ട് ഇത് എഴുതി വെച്ചിട്ടുണ്ട്, അത്ര നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് നല്ല കിടിലൻ VFXും നല്ല കിടിലൻ കുറേ സാധനങ്ങളുണ്ട്. അത് പറയാൻ പറ്റില്ല. കാരണം ഇത് എന്ത് പറഞ്ഞാലും ഈ സിനിമയുടെ സ്പോയിലർ ആയിപ്പോകും. ഒന്നും അറിയാതെ തന്നെ ഫുൾ എഫക്റ്റോടെ തന്നെ കണ്ടുവെക്കാം. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് പേഴ്സണലി കിട്ടിയത്. ആ ഒരൊറ്റ കാര്യം, ഇപ്പോൾ നിങ്ങൾ ഡിജിറ്റലിലാണോ കാണുന്നത് അല്ലെങ്കിൽ തിയേറ്ററിൽ പോയിട്ടാണോ കാണുന്നത്, എന്തായാലും കുഴപ്പമില്ല, സബ് ടൈറ്റിലിൻ്റെ അവൈലബിലിറ്റി കറക്റ്റായിട്ട് അറിഞ്ഞിട്ട് വേണമെങ്കിൽ പോകാൻ. കാരണം ഈ സിനിമയിൽ മൾട്ടിപ്പിൾ ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നുണ്ട്. കൊറിയനും ഇംഗ്ലീഷും മാത്രമല്ല വേറെയും കുറേ ലാംഗ്വേജസ് ഒക്കെ ഉണ്ട്. സോ ആ ലാംഗ്വേജ് ഏതെന്ന് പറഞ്ഞാൽ തന്നെ ഈ സിനിമയുടെ അവർ ചിലപ്പോൾ ആസ്വാദനത്തിന് വായിക്കും. സോ എല്ലാ ലാംഗ്വേജിലുള്ള സബ് ടൈറ്റിൽ ഉണ്ടോ എന്ന് അറിഞ്ഞിട്ട് കയറുക. കാരണം അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സിനിമയിൽ. ഇത് ചർച്ച ചെയ്യുന്ന കാര്യങ്ങളും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ചില ട്രഡീഷൻസും ചില കാര്യങ്ങൾക്ക് നേരത്തെ അറിയുമെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും. കാരണം ഇതിങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്താണ് എവിടെയാണ് എന്നുള്ളതൊക്കെ. സോ ഭയങ്കര സസ്പെൻസ് നിറഞ്ഞ ട്വിസ്റ്റോട് ട്വിസ്റ്റ് വരുന്ന ഭയങ്കരധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്ന നല്ലൊരു സൂപ്പർ നാച്ചുറൽ ഹൊറർ മൂവിയാണ്. ഇത് ജംസ്കെയർ ഒന്നുമില്ല. ഹൊറർ എന്ന് പറയുമ്പോൾ നിങ്ങളിങ്ങനെ പ്രേതം വന്ന് പേടിപ്പിക്കുന്ന ആ സെറ്റപ്പ് ഒന്നുമല്ല. ഞാനീ പറഞ്ഞില്ലേ വെയിലിംഗ് പോലെ എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡിലുള്ള ഒരു വളരെ യൂണീക്ക് ആയിട്ടുള്ള വൺ ഓഫ് എ കൈൻഡ് മൂവി എന്ന് പറയാൻ പറ്റുന്നൊരു സിനിമയാണ് എക്സും. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇത്ര റിസപ്ഷൻ ഈ സിനിമയ്ക്ക് കിട്ടിയതും. സോ തീർച്ചയായിട്ടും കണ്ടുവെക്കാം. എങ്ങനെ പോയാലും സ്ഥിരം കാണുന്ന ഹൊറർ പാറ്റേണിൽ നിന്നും വേറിട്ട് എന്തെങ്കിലുമൊക്കെ കാണുന്ന ഇഷ്ടമുള്ളവർക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുവെക്കാം. ഇറ്റ്സ് എ വെരി ഗുഡ് മൂവി. സിനിമ ഇപ്പോൾ തിയേറ്ററിൽ അവൈലബിൾ ആണ്, അത് അറ്റ് ദ സെയിം ടൈം ഡിജിറ്റലി ഉണ്ട്. എങ്ങനെ വേണമെങ്കിൽ കണ്ടുവെക്കാം. നിങ്ങളുടെ ഇഷ്ടം ഓൾറെഡി ഈ ഒരു സിനിമകൾ കണ്ടവരാണെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.